നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ രംഗത്തെ ഏറ്റവും വലിയ സിനിമാ കുടുംബമാണ് പ്രശസ്ത നടൻ സുകുമാരൻ്റേത്. ഭാര്യ മല്ലികയും മക്കളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും മരുമകളും ഒക്കെ സിനിമാക്കാർ. മല്ലിക സുകുമാരൻ ഇപ്പോഴും അഭിനയത്തിൽ സജീവമാണ് താനും. അതുപോലെ തന്നെ നിരവധിയായ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ആളുകൂടിയാണ് മല്ലിക. മകൻ വാങ്ങിയ വില കൂടിയ വാഹനം ഓടിക്കുവാൻ പറ്റിയ റോഡുകൾ കേരളത്തിൽ ഇല്ല എന്നൊക്കെ ചേച്ചി വലിയ വീമ്പ് പറയും. ഇതിപ്പോൾ ധർമ്മജനെയാണ് ചേച്ചി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമാക്കാരുടെ സംഘടനയായ അമ്മയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടോടുകൂടി അനാഥമായി പോയ ഒരു സിനിമാ സംഘടനയാണ് അമ്മ. ഇടയ്ക്കൊക്കെ ചില ഗിമിക്കുകൾ കാണിക്കുന്നുണ്ട് എങ്കിലും ഇന്നസെന്റ് സംഘടനാ നേതൃത്വത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന അച്ചടക്കമോ പ്രവർത്തന ശൈലിയോ ഒന്നും തന്നെ നിലവിൽ സംഘടനയിൽ ഇല്ല എന്ന് തന്നെ പറയാം. നാഥനില്ല കളരി പോലെ മുന്നോട്ടു പോകുന്ന അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് പൃഥ്വിരാജ് എത്തണം എന്ന് പല ഭാഗങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നപ്പോഴാണ് ആണ്ടിലൊരിക്കൽ വരുന്ന അമ്മയുടെ ഒരു മീറ്റിംഗിൽ പോലും പങ്കെടുക്കാത്ത പൃഥ്വിരാജിനെ എങ്ങനെ പ്രസിഡന്റ് ആക്കുമെന്ന് ധർമ്മജൻ പച്ചയ്ക്ക് പറഞ്ഞത്. ഇതാണ് മല്ലികയെ ചൊടിപ്പിച്ചത്. അഭിനയവും സംവിധാനവും നിർമ്മാണവുമായി മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള താരമാണ് പൃഥ്വിരാജ് എന്നും അതുകൊണ്ടാണ് പൃഥ്വിരാജിന് മീറ്റിംഗിൽ വരാൻ സാധിക്കാത്തത് എന്നും ധർമ്മജന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് മീറ്റിംഗിൽ വരുമോ എന്നും ഒരു പരിപാടിയുമില്ലാതെ വെറുതെ ഇരിക്കുകയല്ലേ ധർമ്മജൻ, അതുകൊണ്ടാണ് നൈമിഷിക വികാരത്തിൽ ആളാവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് മല്ലിക ചേച്ചിയുടെ പുത്തൻ വർത്തമാനം. മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ എത്ര മീറ്റിംഗിൽ വന്നിട്ടുണ്ട്, അതിന് ആർക്കും ഒരു കുഴപ്പവുമില്ല. അതുമാത്രമല്ല, ധർമ്മജൻ അമ്മ എന്ന സംഘടനയിൽ എത്തുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ താനൊക്കെ ഈ സംഘടനയിൽ ഉണ്ട് എന്നും മല്ലിക ധർമ്മജനെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനിടയിൽ അമ്മ എന്ന സംഘടന ഇല്ലാതാക്കാൻ സിനിമാ മേഖലയിലുള്ള പലരും ശ്രമിക്കുന്നുവെന്നും അതുകൊണ്ട് മോഹൻലാൽ വീണ്ടും നേതൃത്വത്തിൽ എത്തണമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. സത്യത്തിൽ മലയാള സിനിമാ ലോകം പൃഥ്വിരാജിന് ചുറ്റുമാണ്. ഒരു കാലത്ത് പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയ പലരും ഇന്ന് കരിയറിൽ വളരെ താഴ്ന്ന നിലയിലുമാണ്. മാറ്റി നിർത്താൻ കഴിയാത്ത പ്രബല ശക്തിയായി പൃഥ്വിരാജ് മലയാള സിനിമയിൽ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ശുദ്ധീകരണ പ്രക്രിയയ്ക്കായി പൃഥ്വിരാജ് സംഘടനാ നേതൃത്വത്തിൽ എത്തണമെന്ന് ശക്തമായ ആവശ്യം ഉയരുന്നത്. എന്തായാലും അമ്മ എന്ന സംഘടനയിലെ താരങ്ങൾ വിവിധ തട്ടുകളിലായി മാറിക്കഴിഞ്ഞു. കുഞ്ചാക്കോ ബോബൻ സംഘടനാ പ്രസിഡന്റ് ആകണമെന്നാണ് ധർമ്മജൻ ഉൾപ്പെടെയുള്ള ഒരു പക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ മുൻനിര താരങ്ങളായ മമ്മൂട്ടിയോ മോഹൻലാലോ സംഘടനാ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന താരങ്ങളും സംഘടനയിൽ ശക്തമാണ്. ഇതിനിടയിൽ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ സിനിമാ സംഘം പൃഥ്വിരാജിനെ സംഘടനാ നേതാവായി ഉയർത്തി കാണിക്കുന്നു. മലയാള സിനിമ അഭിനയ മേഖല എന്നത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അപ്പോൾ ആ സംഘടനയും ശക്തമാകണം. സിനിമയുടെ സംരക്ഷണത്തിനായി, അഭിനേതാക്കളുടെ സുരക്ഷയ്ക്കായി അച്ചടക്കമുള്ള ഉത്തരവാദിത്വമുള്ള ഒരു നല്ല നേതൃത്വം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം.